ഹായ് ഗൈസ്, നമുക്കൊന്ന് ബാംഗ്ലൂർ വഴി വാരാണസി പോയിട്ട് വന്നാലോ? രാവിലെ നല്ല മഞ്ഞും നല്ല തണുപ്പും ഒക്കെ ആയിട്ട് നല്ല മഴ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായതുകൊണ്ട് നല്ല ഭംഗിയാണ് ക്ലൗഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. എയർപോർട്ട് ഒരു രക്ഷയില്ല, കുറേ കറങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ ഗേറ്റിലെത്തിയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസ കൊടുത്തപ്പോൾ ഞാൻ ആലോചിച്ചു 10 പേർക്ക് കഴിക്കായിരുന്നു ഫുഡ്. അങ്ങനെ ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വാരാണസിക്കുള്ള ഫ്ലൈറ്റ് കയറി. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡായില്ല. ലാൻഡ് ആവുന്ന ടൈമിൽ തന്നെ അത് ടേക്ക് ഓഫ് ചെയ്തു. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, എന്താണെന്നൊന്നും പൈലറ്റ് പറഞ്ഞില്ല. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നമ്മൾ വാരാണസിയിലെത്തി. അങ്ങനെ വെൽക്കം ടു വാരാണസി. ഇന്ന് നമ്മളൊരു എൻഗേജ്മെൻറ്റ് കൂടാനാണ് വന്നത്, ഹസ്ബൻഡ് കൊല്ലീഗിൻ്റെ എൻഗേജ്മെൻറ്റ്. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഈ പപ്പടം പച്ച ചട്നിയും ഒക്കെ കഴിച്ച് ബട്ടർ നാനും ഒക്കെ കഴിച്ച് ഫുൾ വെജിറ്റബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റിനെത്തി. ഇതാണ് നമ്മുടെ പയ്യൻ വന്ന് പിന്നെ നമുക്ക് കുറേ ചാറ്റ്സ് ഗോൽഗപ്പാസ് അതൊക്കെ കിട്ടി. പിന്നെ ഇവരുടെ ഇവിടെ ചടങ്ങുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് എൻഗേജ്മെൻ്റ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും അത് കഴിയുമ്പം വന്ന കപ്പിൾസിന് അവരുടെ അടുത്ത റിലേറ്റീവ്സ് പിന്നെ കൊളീഗ്സ് അങ്ങനെയുള്ളവർക്ക് അവർ ഗിഫ്റ്റ് കൊടുക്കും. അതിൽ ജെൻസിന് കപ്പിൾസിനാണ് കൊടുക്കുന്നത്. അത് ഈ ജെൻസിന് ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെ തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേഡീസിന് സാരി മാത്രമല്ല സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സാരിക്കകത്ത് ഒരു പൊട്ട്, കുങ്കുമം, പിന്നെ പൈസ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ ഗിഫ്റ്റായിട്ട് തരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചടങ്ങ് കുറേ നേരം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് രാത്രി 11 മണിക്ക് എൻഗേജ്മെൻറ്റ് കാണുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലെത്തി. ഇതൊക്കെ പൊട്ടിച്ച് നോക്കി ഇന്നത്തെ ദിനം ശുഭമാക്കി. ഇനി നാളെ വരെ സെക്കൻഡ് ഡേ വിശേഷമായിട്ട്.